നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യൂണിവേഴ്സിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ യൂണിവേഴ്സിനോട് നേരിട്ട് പറയാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം തരും എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും അതൊക്കെ സംഭവിക്കും. ഇത് ഒരു മായാജാലമോ ഭാവനയോ ഒന്നുമല്ല. ഈ ലോകം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ, വാക്കുകൾ, വികാരങ്ങൾ എല്ലാം ഈ പ്രപഞ്ചശക്തി കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടുകൂടി ശരിയായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്താഗ്രഹിച്ചാലും അതിന്റെ മറുപടി ഈ പ്രപഞ്ചം നമുക്ക് നൽകും. അത് എങ്ങനെ എന്ന് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകാതെ ഇരുന്നത്, ഇനി മുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചുമെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ എവിടെയായാലും അവരവരുടെ ആരാധനാലയത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന എത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു വിഗ്രഹത്തിലേക്കല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥന പോകുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉപയോഗിക്കുന്ന വാക്ക് എങ്ങനെയായിരിക്കണം? എൻ്റെ അസുഖം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുന്നത് അസുഖം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്, അതിൻ്റെ ചിത്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നമുക്ക് അസുഖം കൂടാനുള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഭഗവാനെ എൻ്റെ കടബാധ്യത തീർത്തു തരണേ ഭഗവാനെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ് കടം എന്ന ഒരു കൺസെപ്റ്റ്, ഒരു ചിത്രം നമ്മളുടെ മനസ്സിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. അത് അട്രാക്റ്റ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ വരുന്നു. നമ്മൾ പിന്നീട് ഇരുന്ന് പരാതി പറയുന്നു, പ്രപഞ്ചം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, അല്ലെങ്കിൽ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. വാക്കുകൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അസുഖത്തിന് പകരം എനിക്ക് ആരോഗ്യം തരണേ ഭഗവാനെ എന്നും, കടത്തിന് പകരം എനിക്ക് സാമ്പത്തികം തരണേ ഭഗവാനെ എന്നും നമ്മൾ മാറ്റുക. അതുപോലെ തന്നെ പിന്നെയുള്ളൊരു കാര്യമാണ്, ഈശ്വരന്റെ മുന്നിൽ പോയി നിന്ന് നമ്മൾ പരാതികൾ പറയുക, സങ്കടപ്പെടുക, കരയുക. ഇതൊക്കെ എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് യൂണിവേഴ്സ് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സൗഭാഗ്യങ്ങളോട് കൂടി തന്നെയാണ് ഓരോ മനുഷ്യനെയും ഓരോ ജീവികളെയും ഈ ഒരു ഭൂമിയിലേക്ക് പ്രപഞ്ചം ഇട്ടിട്ടുള്ളത്. ഉണ്ണാനും ഉടുക്കാനും ശ്വസിക്കാനും കുടിക്കാനും ഉറങ്ങാനും എല്ലാമുള്ള വകയും, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം തന്നാണ് നമ്മളെ ഈ ഒരു യൂണിവേഴ്സ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. നമ്മൾ എണ്ണിമയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുന്നത് എനിക്ക് എന്തില്ല എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ ചെന്ന് നിന്ന് വല്ലാതെ അങ്ങോട്ട് പരാതി പറയും, ഒരുപാട് സങ്കടപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാണ്, പക്ഷേ ആ ആള് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന നന്മകളെ ഒന്നും കാണാൻ ശ്രമിക്കാതെ നിങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ ആ ആള് നിങ്ങൾക്ക് എന്തൊക്കെ തന്നില്ല എന്നുള്ളതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് മാത്രം ഊന്നൽ നൽകി പരാതിപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണ്? നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യനോട് യൂണിവേഴ്സിനെ കമ്പയർ ചെയ്ത് പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. യൂണിവേഴ്സ് നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് ജീവിക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നുമില്ല എന്ന് പറയുന്ന ആളിന് ശരിക്കും പറഞ്ഞ ഒരു പിച്ചക്കാരന്റെ കയ്യിൽ ആ ഒരു പിച്ചച്ചട്ടിയും അദ്ദേഹം കൊടുത്തിരിക്കുന്ന വസ്ത്രമെങ്കിലും കാണും, അല്ലേ?
അദ്ദേഹത്തിന് ആരോഗ്യമില്ലെങ്കിലും ചിരിക്കാനെങ്കിലും ഉള്ള ഒരു മുഖമെങ്കിലും അദ്ദേഹത്തിനുണ്ടാവും. അങ്ങനെ നമ്മളുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് നന്ദി പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിനെ ഒന്നും നമ്മൾ വകവെക്കുന്നില്ല, അതിനെ ഒന്നും സ്മരിക്കുന്നില്ല, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ സഫലമാകാതെ പോകുന്നു. യൂണിവേഴ്സ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എപ്പോഴും യൂണിവേഴ്സിനോട് നന്ദി പറയുക. ദൈവമേ, ഞാൻ ഈ ഒരു ജന്മത്തിൽ എനിക്ക് അങ്ങ് തന്നിട്ടുള്ള സകല സൗഭാഗ്യങ്ങൾക്കും നന്ദി ദൈവമേ. എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തന്നതിന് നന്ദി ദൈവമേ. എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയതിന് നന്ദി ദൈവമേ. എനിക്ക് ഇടാനൊരു വസ്ത്രമെങ്കിലും എനിക്ക് തന്നതിന് നന്ദി ദൈവമേ. അങ്ങനെ നമുക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുമ്പോൾ നന്ദി പറയാനുള്ള കൂടുതൽ അവസരങ്ങൾ യൂണിവേഴ്സ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഈ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരിക്കലും ഈശ്വരൻ നമ്മളോട് നേരിട്ട് വന്നിട്ട് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിനക്കത് സാധിച്ചു തരാം എന്നൊന്നും നമ്മളോട് പറയില്ല, അല്ലേ? നമുക്ക് ചില സൂചനകളിലൂടെ ആയിരിക്കും യൂണിവേഴ്സ് നമ്മളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങൾ തരുന്നത്. അതെങ്ങനെയാണ്? ചിലപ്പം അപ്രതീക്ഷിതമായ ചില സന്ദേശങ്ങളിലൂടെ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലൂടെ ആകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സൽ കോഡുകളിലൂടെ ആകാം, നമ്പറുകൾ, അതായത് റിപ്പീറ്റിംഗ് നമ്പേഴ്സ് 111, 222, 333 ഇങ്ങനെ ഓരോ നമ്പറുകൾ കാണുമ്പോഴും അതിനെല്ലാം ഓരോ സന്ദേശങ്ങൾ യൂണിവേഴ്സ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷനിലൂടെ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് യൂണിവേഴ്സിനോട് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് യൂണിവേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് കൃത്യതയോടുകൂടി പറയുക. എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു കൃത്യതയോടുകൂടി പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രോസസ്സിങ് നടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എന്താണ് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ എഴുതി വെക്കുക. എഴുതി വെക്കപ്പെടുന്ന കാര്യങ്ങളാണ് കൂടുതലും സംഭവിക്കുന്നത്. കൂടുതൽ ആൾക്കാർക്ക് ഒരു 90% ആഗ്രഹങ്ങളും സഫലമാകുന്നത് നമ്മൾ എഴുതി വെക്കുന്നതിലൂടെയാണ്. നമ്മൾ എഴുതി വെക്കുമ്പോൾ യൂണിവേഴ്സിനോട് നമ്മൾ സമർപ്പിക്കുകയാണ്, എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് നമ്മൾ സമർപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എഴുതി തന്നെ വെക്കുക. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി അഥവാ നെഗറ്റീവ് വന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു പവർ നമ്മളിൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷം യൂണിവേഴ്സ് നമുക്ക് തരുന്ന സിഗ്നലുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് സാഫല്യം കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒക്കെ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം? അതിനെ കൃത്യതയോടുകൂടി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആഗ്രഹ സാഫല്യം വരുന്നത്. അല്ലാതെ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് കിട്ടില്ല? നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.